ആർഷോ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? നന്നായി പോകുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാഷ്ട്രീയ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിൽപ്പെടാറുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അല്ല, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമല്ലോ ഈ പിള്ളേർ കാണിച്ചു കൂട്ടുന്ന കാര്യത്തിലൊക്കെ. പുതിയൊരു കാര്യമല്ലല്ലോ, അതിങ്ങനെ തുടർന്ന് വരുന്നതാണ്. പിള്ളേർ കാണിച്ചു കൂട്ടുന്നൊന്നല്ല, നമ്മൾ ആരും അറിയാത്ത കാര്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. നമുക്ക് കിട്ടി. അപ്പോഴേ ഈ ഓണക്കാലം എങ്ങനെയാ, എവിടെയാ പൊതുവെ ഓണമൊക്കെ ആഘോഷിക്കുന്നത്? ഓണം പല ഘട്ടത്തിലായിട്ടാണ്. വളരെ ചെറുപ്പത്തിൽ പരമാവധി കോഴിക്കോടായിരിക്കും. അമ്മയുടെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ആയിരിക്കും ഓണാവധിയൊക്കെ ഉണ്ടാവല്. അത് കഴിഞ്ഞൊരു ഘട്ടം കഴിഞ്ഞ് എറണാകുളത്തായിരുന്നു പഠനം. അപ്പോൾ എറണാകുളത്താണ്. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് നാട്ടിൽ പാലക്കാട് ഓണാഘോഷിക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്നു. പാലക്കാടായിരിക്കും. ഈ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതാണോ ഏറ്റവും ഈ എനിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ ദിനങ്ങൾ എന്ന് പറയുന്നത് ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു? അത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത്? അല്ല, അങ്ങനൊന്നുമല്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും പല നിലയ്ക്കുള്ള പ്രതിസന്ധികളും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ SFI സംഘടനാ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് അഭിമന്യുവിന്റെ കൊലപാതകം. ഞാൻ ആ സമയത്ത് എറണാകുളം നഗരത്തിലെ SFI ഏരിയ സെക്രട്ടറിയാണ്. എൻ്റെ കൂടെ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അഭിമന്യു. അഭിമന്യുവിന്റെ മരണം ആ ദിവസങ്ങളെ ഓവർകം ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിട്ടുണ്ടായിരുന്നത്. അതൊരു ക്രൈസിസ് ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം കുട്ടികളാണ് ക്യാമ്പസിനകത്തുള്ള മുഴുവൻ. വല്ലാതെ പേടിച്ചു പോകുന്നു. കുറേ ദിവസത്തേക്ക് ആഴ്ചകളോളം ക്യാമ്പസിലേക്ക് വരാൻ പേടിച്ചിരുന്ന കുട്ടികൾ, അവരെയൊക്കെ തിരിച്ച് ക്യാമ്പസിൽ എത്തിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പ്രതിസന്ധിയൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. അത് കവർ ചെയ്യാനെടുത്തതിനോളം പ്രതിസന്ധിയൊന്നും മറ്റ് ഓർമ്മയിൽ നിൽക്കുന്നൊരു ഓണം ആർഷോയുടെ എന്താ? ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഈ കുട്ടിക്കാലത്തേക്ക് ഓർമ്മ നിൽക്കുന്ന ഓണമൊക്കെ ഉണ്ടാവുമല്ലോ. ഓർമ്മയിൽ നിൽക്കുന്ന ഓണം ഈ പറഞ്ഞ പോലെ കോഴിക്കോട്ടെ ഓണാണ്. കോഴിക്കോട് നാദാപുരത്താണ് അമ്മയുടെ വീടിന് ഓർമ്മയിൽ നിൽക്കാൻ അവിടെ ഒരു ഓർമ്മയിൽ നിലനിർത്താൻ പറ്റുന്ന സ്ഥലമാണ് കോഴിക്കോട്. അവിടെ നമ്മുടെ അവിടെ ഇല്ലാത്ത പോലെ ഓണക്കാലാകുമ്പോൾ ഓണപ്പൊട്ടൻ, അതേപോലെ തന്നെ വിവിധ ക്ലബിന്റെ മത്സരങ്ങളും. അതിൽ പ്രധാനപ്പെട്ട ഒരു മത്സരം ഉണ്ടായിരുന്നെന്ന് വേറെ എവിടെ എങ്ങനെ ഉണ്ടായിക്കോളുന്നില്ല. നീന്തൽ മത്സരമാണ് ഓണക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീഷൻ ഇവന്റ് ഉണ്ടാകും. ഇങ്ങനെ നാട്ടിലാണ് അമ്പെയ്ത്ത് മത്സരമുണ്ട് ഇപ്പോഴും അല്ലേ? സജീഷിന്റെ നാട്ടിൽ അമ്പെയ്ത്ത് മത്സരമുണ്ട്. നമ്മൾ നാദാപുരത്തായിരുന്നു. അതെ. അല്ല, അമ്മയുടെ നാട് അടുത്തടുത്ത നാട്ടുകാരാണോ? അല്ല, അമ്മയുടെ നാട് പേരാമ്പ്ര അടുത്ത് നാദാപുരത്താ. ഓക്കെ. അപ്പൊ അവിടുത്തെ ഓണം, കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ്. വളരെ ഭംഗിയായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള പൂവൊലിപ്പിക്കാൻ പോക്കും. അതൊന്നും നമ്മുടെ അവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. കലാലയ ജീവിതത്തിൽ അടി കിട്ടിയിട്ടുണ്ടോ? ശരിക്കും നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതിൽ ആരുടെ കയ്യിൽ നിന്ന് അടി കിട്ടി? ABP ഇല്ലെന്നുള്ള KSU ഇല്ലതാണോ? ഇല്ല, ഇവിടെ എറണാകുളം നഗരത്തില് കാര്യമായിട്ട് KSU യൂത്ത് കോൺഗ്രസ് അവരെന്നെ അടിക്കാൻ പോയപ്പോ മാറിക്കൊണ്ടതും കണ്ട. ഇല്ല, എറണാകുളം നഗരത്തിലായിരുന്നല്ലോ സംഘടന കൊടുത്തത്. അവിടെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ തന്നെയായിരുന്നു കാര്യമായിട്ട് എതിരാളികള്. അപ്പൊ അവരുടെ അടുത്ത് അടി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അടി കിട്ടി. തന്ന ആളുകളൊക്കെ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ്. ആർഷോയും രാഹുൽ ബാങ്കൂട്ടത്തിലൊക്കെ കണ്ട നാട്ടിൽ വിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ അങ്ങനെ ശത്രുതയൊന്നും ഇല്ലല്ലോ വ്യക്തികളുടെ? ഇല്ല, അങ്ങനെ ഒരു ശത്രുതയും ആരുമായിട്ടില്ല. സൗഹൃദം. രാഹുൽ ആർഷോയൊക്കെ കുറിച്ച് രാഹുൽ ഇങ്ങനെ കടുത്ത വിമർശനം ഉന്നയിക്കുമല്ലോ. ഈ പറയുന്ന വസീഫ്, അതേപോലെ അരുണ്, ഈ പറയുന്ന സജീഷിനെയൊക്കെ കുറിച്ച് ചാനൽ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ ഇവരൊക്കെ ആയിട്ട് ഏറ്റുമുട്ടുമല്ലോ. ഈ ഏറ്റുമുട്ടി കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ? ചാനൽ മുറികളിൽ നിന്ന് വിട്ട് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അല്ല, കൂടുതൽ സംസാരിക്കേണ്ടി വരും. ഇപ്പം അടുത്ത് കൂടുതൽ സംസാരിക്കേണ്ടി വരിക വസീഫും സനോജുമായിട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം സെയിം ആണല്ലോ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ.